ബംഗാളുമായുള്ള കരാർ ഏകപക്ഷീയമായി അവസാനിപ്പിച്ച് ഈസ്റ്റ് ബംഗാളിലെത്തിയ അൻവർ അലിക്കെതിരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നടപടി വന്നിരിക്കുകയാണ്. 4 മാസം വിലക്ക് ഏർപ്പെടുത്തിയ AIFFന്റെ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി മോഹൻ ബഗാന് 12.9 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചു എന്നാണ് വിവരം. ഈസ്റ്റ് ബംഗാളിനും ഡൽഹി FCക്കും 2 സീസണുകളിൽ ട്രാൻസ്ഫർ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ട്രാൻസ്ഫർ തുകയിലൂടെ ഈസ്റ്റ് ബംഗാളിലെത്തി അൻവർ അലി കഴിഞ്ഞ മാസം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇന്ത്യയുടെ മധ്യനിര താരമാണ് 24-കാരനായ അൻവർ അലി. ഡൽഹി FC താരമായ അൻവർ ലോണിൽ മോഹൻ ബഗാനിൽ ചേർന്നിരുന്നു. ഇതിനിടെയാണ് ഡൽഹി FCയുടെയും അൻവറിന്റെയും താൽപര്യപ്രകാരം റെക്കോർഡ് തുകയ്ക്ക് ഈസ്റ്റ് ബംഗാളിലേക്ക് മാറിയത്. ഇതാണ് പരാതിയിലേക്കും AIFFന്റെ ഇടപെടലിലേക്കും നയിച്ചത്. നഷ്ടപരിഹാര തുക അൻവറും ഈസ്റ്റ് ബംഗാളും മാതൃ ക്ലബ്ബായ ഡൽഹി FCയും ചേർന്നാണ് നൽകേണ്ടത്. തുകയുടെ പകുതി താരം വഹിക്കേണ്ടി വരും. അടുത്ത 4 മാസത്തേക്ക് ടൂർണമെന്റുകളിൽ പങ്കെടുക്കാനും സാധിക്കില്ല. ട്രാൻസ്ഫർ വിലക്ക് വന്നതോടെ അടുത്ത 2 സീസണുകളിൽ പുതിയ താരങ്ങളെ ടീമിലെടുക്കാൻ ഡൽഹി FCക്കും ഈസ്റ്റ് ബംഗാളിനും സാധിക്കില്ല എന്നാണ് വിവരം. ക്ലബ് മാറ്റത്തിന് NOC ലഭിക്കാൻ അൻവർ അലി പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയെ സമീപിക്കുകയായിരുന്നു. ഡൽഹി FCയിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിലേക്ക് മാറാൻ അൻവറിനെ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി അനുവദിച്ചെങ്കിലും ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെയാണ് താരത്തിന്റെ നീക്കമെന്നും വിലയിരുത്തിയിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 4 കക്ഷികളുടെയും വാദങ്ങൾ കേട്ട ശേഷമാണ് പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി തീരുമാനം AIFFനെ അറിയിച്ചത്. ഇന്ത്യൻ ഫുട്ബോളിലെ സമീപകാലത്തെ ഏറ്റവും വലിയ വിവാദമായി ഈ ട്രാൻസ്ഫർ തർക്കം മാറിയതോടെ പ്രീ സീസണിൽ ക്ലബ്ബുകൾക്കായി ഒരു മത്സരത്തിലും അൻവർ അലിക്ക് കളിക്കാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം സിറിയക്കെതിരെ ഇന്ത്യക്ക് വേണ്ടി ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ബൂട്ടണിഞ്ഞിരുന്നു. മത്സരത്തിൽ ഇന്ത്യ 3-0 പരാജയപ്പെടുകയായിരുന്നു. 5 വർഷത്തേക്കാണ് അൻവർ ഈസ്റ്റ് ബംഗാളിലേക്ക് മാറിയത്. ഇക്കാലയളവിലേക്ക് അൻവറിന് 24 കോടി രൂപ ശമ്പളമാണ് ഈസ്റ്റ് ബംഗാൾ നൽകുന്നത്. മാതൃ ക്ലബ്ബായ ഡൽഹി FCക്ക് 2.5 കോടി രൂപ ട്രാൻസ്ഫർ ഫീ നൽകിയാണ് ഈസ്റ്റ് ബംഗാൾ താരത്തെ സ്വന്തമാക്കിയത്. അൻവർ അലിയും മോഹൻ ബഗാനും തമ്മിലുള്ള കരാർ മൂല്യമായി AIFF കണക്കാക്കിയ തുക 8.4 കോടിയാണ്. ഇതിൽ 2 കോടി രൂപ മോഹൻ ബഗാൻ താരത്തിന് നൽകിയിരുന്നു. ബാക്കിയുള്ള 6.4 കോടി രൂപയും ക്ലബ്ബ് മാറിയതിലൂടെ ബഗാന് സംഭവിച്ച നാശനഷ്ടവും കണക്കിലെടുത്താണ് AIFF 12.9 കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ചിരിക്കുന്നത്. എല്ലാ കക്ഷികൾക്കും പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനുള്ള അധികാരമുണ്ട്. അൻവർ അലിയും ഡൽഹി FCയും ഈസ്റ്റ് ബംഗാളും അപ്പീൽ നൽകാനാണ് സാധ്യത. അപ്പീൽ നൽകിയാൽ AIFF അപ്പീൽ കമ്മിറ്റി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ നഷ്ടപരിഹാര സമയപരിധി ദീർഘിപ്പിക്കും. അൻവർ അലി കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനായി ISLൽ 26 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 24 മത്സരങ്ങളിലും കളത്തിലിറങ്ങി. കഴിഞ്ഞ വർഷം ഇന്ത്യ ചാമ്പ്യന്മാരായ ത്രിരാഷ്ട്ര ടൂർണമെന്റിലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും സാഫ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്.